ഉച്ചയ്ക്ക് 2:15. എന്നാ പൂച്ച ഉന്നെ പാക്കறதுக்கு കിടക്കവേ ഇല്ലേ? നിന്റെ കണ്ണിതെന്താ കുരുവാണോ എന്നെ കാണാതിരിക്കാൻ? ഹേയ് ചെമ്പതോ, വെറുതെ ആ നായന്റെ മുകളിലെടുത്ത് ചൊറിയാൻ ചെല്ലണ്ട. അവള് സൈക്കോയാ. അയ്യേ, അതെന്റെ മകളൊന്നുമല്ല. ഒരു ഒഴുക്കിന് പറഞ്ഞതാടാ പട്ടി. ദേ ഉണക്ക പശു, എന്റെ ഈ കൈതളത്തി ഒരെണ്ണം തന്നാനുണ്ടല്ലോ. പിന്നെ എന്റെ കയ്യും കാലും മാങ്ങാ പറിക്കാൻ പോകുവാണല്ലോ. ദേ പെണ്ണെ, പുറംകാലിനൊരു തൊഴി തന്നാലുണ്ടല്ല അല്ലേ. ഓ, ഒന്ന് അടങ്ങാവാ രണ്ടുപേരും. എടി നീ ഒന്നും മിണ്ടാതിരിടി. എരി എങ്ങനെ മിണ്ടാതിരിക്കാനാടി? ഈ നായിന്റെ മോള് സോറിടാ പട്ടി, ഈ പൂച്ചയുടെ മോള് ചൊറിയണ വർത്താനം പറഞ്ഞു വരുന്നത് നീ കാണുന്നില്ലേ? ഇവളെ കൊണ്ട് ഈ വീട്ടുകാർക്കോ നമുക്കോ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? എരി നിങ്ങൾ കേൾക്കണം. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ആപ്പാപ്പൻ നടന്നോണ്ടിരുന്നപ്പോ മുറ്റത്തൊന്ന് ഉരുണ്ട് വീണു. അതുവരെ അങ്ങേറെ കൂടെ നടന്ന് ബിസ്ക്കറ്റ് തിന്നോണ്ടിരുന്നവളാ. അവള് തിരിഞ്ഞൊരൊറ്റ പോക്ക്. പിന്നെ ഞാനാ കുറച്ച് ആളെ കൂട്ടി അങ്ങേരെ ആശുപത്രിയിൽ എത്തിച്ചത്. അതിനൊന്നും എന്നെ കിട്ടൂല. ഇവനാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും തിന്നാൻ ഇട്ടുകൊടുത്താ പിന്നെ അവരെ മണത്ത് നടന്നോളൂ. അവർ രണ്ടെണ്ണം തന്നാലും ഇലിച്ചോണ്ട് നിന്നുകൊള്ളു. ഞാനേ അന്തസ്സുള്ള കടുവ ഫാമിലിയിൽ പെട്ടവളാ. കറവാടിയാ ഞാൻ. എടി അവനെ തിന്ന ചോറിന് നന്ദിയെങ്കിലും കാണിക്കും. ഞങ്ങളാണ് തരുന്ന ഭക്ഷണത്തിന് പാലും കൊടുക്കും. നിന്നെ വളർത്തിട്ട് എന്ത് കിട്ടാനാടി? ക്യൂട്ട്നെസ്. എന്തോന്ന്? ക്യൂട്ട്നെസ് അത് ഞാൻ വാരി കോരി കൊടുക്കും. പിന്നെ എന്നെ ഒരുമാതിരി ചൊറിയാൻ വന്ന ആരാണെന്ന് ഞാൻ നോക്കൂല. ഞാൻ മാന്തും. അല്ല, മോന്ത നോക്കി മാന്തും. ആ തള്ളയാണേലും ശരി, ആ കൊച്ചാണേലും ശരി. അമ്മുക്കുട്ടി, അമ്മുസേ, എവിടെയാ മോളെ നീ? ഹോർലിക്സ് കുടിക്കാനാണോ റീൽസ് ചെയ്യാനാണോ എന്നറിയില്ല. ഞാൻ ചെല്ലട്ടെ. പോട്ടെ ഗൈസ്. ഒരു പണിയെടുക്കാതെ വീട്ടുകാരെ മൂഞ്ചിച്ച് മുഖത്ത് എക്സ്പ്രഷനും വരുത്തി നടക്കണവർക്ക് ഹോർലിക്സ്, താമസം വീടിന്റെ അകത്ത്, മടിയിലിരുത്തി ലാളിക്കാൻ ആളുകള്, എന്തൊക്കെയല്ലേ. പാല് കൊടുത്ത് വരുമാനം ഉണ്ടാക്കണവർക്ക് കിടക്കാൻ ചാണകത്തറയും കുടിക്കാൻ കാടി വെള്ളവും, പിന്നെ ഒരു മുണഞ്ഞ തൊഴുത്തു. ആ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം എനിക്കുണ്ടോ? ഉണ്ടാ. ഏത് നേരത്തും ചാവയോ ചാവാ. ഈ കിടക്കണ ഇലയൊക്കെ ഒന്ന് പെറുക്കി ആ പിള്ളേരുടെ കാട്ടം ആ പലവ് കൊണ്ടൊന്ന് വടിച്ചൊരു വശത്തേക്ക് കൂട്ടാം. മൂട്ടില് പശ വെച്ചേക്കണ പോലെ ഒറ്റ ഇരിപ്പാണ്. ഞാൻ പാല് കൊടുക്കണോണ്ടാണ് തന്തരി പിള്ളേര് ഇവിടെ കാടി വെള്ളം കുടിച്ച് കഴിയണത്. പറഞ്ഞേക്കാം, ആ ഓർമ്മ നിങ്ങൾക്ക് വേണം. ആരോട് പറയാ? ഇങ്ങനെ ഒരു മനോളാഞ്ചനയാണല്ലോ എനിക്ക് കിട്ടിയത്. പെണ്ണുങ്ങൾക്ക് ഇത്ര അഹങ്കാരം പാടില്ല അല്ലേ? ഇവളെ ഇന്ന് ഞാൻ ഇവന്റെ കൈ കണ്ടാ പറ്റില്ല എന്ന ഒറ്റ വാക്ക് പറഞ്ഞതാ. മിണ്ടാതെ എങ്ങനെ ഇരിക്കെ, കുറച്ച് കഴിയുമ്പോ പോയിക്കോളും. മിണ്ടാതെ അല്ലേ ഇരുന്നോണ്ടിരുന്നത്. വേണ്ടാന്ന് വെക്കുവാ ഞാൻ. ആരോഗ്യപരമായും അതാ നല്ലത്.